കനകക്കുന്നിൽ ഒരുക്കിയിരുന്ന കൗതുകമുള്ള ഒരു കാഴ്ചയാണിത്. ഓല കൊണ്ടും മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയ കലവും അങ്ങനത്തെ സംഭവങ്ങളാണ്. അത് ഉണ്ടാക്കേണ്ട സാധനമാണ് ഇതായിരിക്കുന്നത്. പിന്നെ ഓലയിലൊക്കെ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പഴയ കാലഘട്ടത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഉറിയാണിത്. ഉറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഫ്രിഡ്ജിൽ ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പോലെ പഴയ കാലഘട്ടങ്ങളിൽ ആഹാര സാധനങ്ങളും മറ്റും സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ഈ ഉറി. ഇത് അടുക്കള ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കിയാണ് സാധാരണ ഇട്ടിരിക്കുന്നത്. കുട്ട പഴയ കാലഘട്ടങ്ങളിൽ മാർക്കറ്റുകളിലൊക്കെ സ്ഥിരം കാണാറുണ്ടായിരുന്ന കുട്ട, വെറൈറ്റി കണ്ണാടി. കുട്ടിക്കാലങ്ങളിൽ ഓല വെച്ചൊക്കെ ഉണ്ടാക്കുന്ന കണ്ണാടിയാണിത് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. വാച്ച്, PPP, പിന്നെ മോതിരം, പിന്നെ ഹെലികോപ്റ്റർ. ഇത് നമ്മളെ സ്ഥിരം സംഭവം ഇത് പറവാണ്. അപ്പൊ നമ്മളെ കനകക്കുന്നിലാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഓലയിൽ ഉണ്ടാക്കിയ പഴയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാം. അപ്പൊ നമ്മളെ ഈ ചേട്ടനാണ് ഇത് സാരഥി. ചേട്ടൻ എന്തെങ്കിലും എത്ര വർഷം ചെറുതിലെ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ വളർന്നതുകൊണ്ട് വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്, കണ്ടുപിടിച്ചു. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതും പിന്നെ പഴയ കാലങ്ങളിലും നമ്മൾ കണ്ട കുട്ടയും പിന്നെ ഉറി വീടുകളിലെ ഫ്രിഡ്ജ് സാധാരണ ഇപ്പൊ കാണാനില്ല. നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജനറേഷനിൽ ചിലപ്പോൾ കണ്ടപ്പോ വരൂല. അതായത് നമ്മളെയൊക്കെ ചെറുതിലൊക്കെ കണ്ടെങ്കിലും. എന്റെ പേര് രഞ്ജിത്ത് ചേട്ടനാണ് ഈ ഓലയിൽ ഇതൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കിയത്. കലാകാരനല്ല ചേട്ടന്, എല്ലാരും ഉണ്ട്. കലാകാരന് നമുക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയത്. പഴയ കാലത്തുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ല. പണ്ട് ഉത്സവ പറമ്പുകളിലും നമ്മളെ സ്കൂളിലൊക്കെ പരിപാടി വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഓലയിലുള്ള സംഭവങ്ങളാണ് പണ്ട് ഓണത്തിന് ഓലപ്പന്താണ് ആദ്യം. അതെ, ഇതാണ് പണ്ടുള്ള കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ വരുന്ന സംഭവം ഇതാണ്, ഓലപ്പന്ത്. ഇത് കഴിഞ്ഞ ബാക്കി എന്തുകൊണ്ടു ഓലപ്പന്താണ് ഇത് പഴയ ആൾക്കാർക്കെല്ലാം ഇത് കാണുമ്പോൾ നെസ്റ്റു അടിക്കും. ആരില്ല ഇതിപ്പോ പന്ത്. ഇത് നമ്മളെ ഇരിക്കൽ കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതാണ് ബോള്. ഹാപ്പി ഓണം. അപ്പോൾ ഓണം എന്നാൽ വെറും ആഘോഷം മാത്രമല്ല, നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.